കണ്ണൂരിൽ വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ചെറുപുഴ ചുണ്ട സ്വദേശി കുടിയിൽ വീട്ടിൽ ബലരാമനാണ് മരിച്ചത്. ടിപ്പർ ലോറിക്കും പിക്കപ്പ് ലോറിക്കും ഇടയിൽ അകപ്പെട്ടായിരുന്നു അപകടം. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഒരാളുടെ ദാരുണാന്ത്യം, അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ലോറികൾക്കിടയിൽപ്പെട്ട് ഒരാളുടെ മരണം സംഭവിച്ചു എന്നതാണല്ലോ. അനുജ, ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. അതായത് ഈ അപകടം നടക്കുന്നത് പെരിങ്ങോം മടക്കാംപൊയിലെ ഒരു ക്രഷറിലാണ്. അവിടെ ലോഡ് കയറ്റുന്നതിന് വേണ്ടി എത്തിയ രണ്ട് വാഹനങ്ങളാണ്. ഒന്നൊരു ടിപ്പർ ലോറിയാണ്, മറ്റൊന്നൊരു പിക്കപ്പ് വാഹനമാണ്. ആദ്യം ഒരു ടിപ്പർ ലോറി അവിടെ എത്തുന്നു, ലോഡ് കയറ്റുന്നതിന് വേണ്ടി എത്തിയതാണ്. ആ വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിൻഭാഗത്ത് ഈ പിക്കപ്പ് വാഹനത്തിൻ്റെ ഡ്രൈവർ ആ വാഹനം അവിടെ എത്തി അവിടെ നിർത്തുന്നു. അത് ലോഡ് കയറ്റുന്നതിന് വേണ്ടി പോകാൻ വേണ്ടി വാഹനം നിർത്തുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന പടുതയും മറ്റും പുറത്തേക്ക് എടുത്ത് മടക്കുന്നതിനിടെ ആ വാഹനത്തിൻ്റെ വശത്ത് നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത് ശ്രദ്ധിക്കാതെ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ഈ വാഹനം പുറകോട്ടേക്ക് എടുക്കുന്നത്. നേരെ വന്ന് പിൻഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഈ വാഹനത്തിൽ ഈ പിക്കപ്പിനിട്ട് ഇടിക്കുകയാണ്. അതിൻ്റെ നടുവിൽ, ഈ രണ്ട് വാഹനങ്ങളുടെയും നടുവിൽ ആ ഡ്രൈവർ അകപ്പെട്ടു പോവുകയും ദാരുണമായ മരണത്തിന് ഇരയാവുകയുമായിരുന്നു എന്നതാണ്. അതായത് ഒരു ശ്രദ്ധക്കുറവാണ് സംഭവിച്ചത്. വാഹനം നേരെ പുറകോട്ടേക്ക് എടുത്തു വന്നു. പിൻഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ഈ വാഹനവും അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി നിൽക്കുന്നതോ ഈ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ശ്രദ്ധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരെ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. രണ്ട് വാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടി വാഹനം മുന്നോട്ടെടുത്ത് പിന്നീട് ഇദ്ദേഹത്തെ ചെറുപുഴ ചുണ്ട സ്വദേശി കുടിയിൽ വീട്ടിൽ ബലരാമൻ, 65-കാരനാണ്, അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അന്ത്യം സംഭവിക്കുകയായിരുന്നു. അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടം.